അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഈ സ്വാഗത സംഘത്തിൻ്റെ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം കെ നൗഷാദ്, എൻ്റെ സഹ പാനലിസ്റ്റുകളായിട്ടുള്ള ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, പ്രിയപ്പെട്ട ശ്രീ കെ സി ഉമേഷ് ബാബു, പ്രിയപ്പെട്ട ശ്രീ പി കെ നവാസ്, ആദരണീയനായ ജബ്ബാറാജി, മുജീബ് മാഷ്, എ ടി ആരിഫ്, ശ്രീ സി ടി റഫീഖ്, മറ്റ് സമ്മേളന പ്രതിനിധികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ ആദ്യം തന്നെ മുസ്ലിം ലീഗിൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുകയാണ്. കാരണം 5 ദിവസം വിവിധ സെഷനുകൾ ഒരുക്കി നിങ്ങളിങ്ങനെ ഒരു മനോഹരമായ സമ്മേളനം നടത്തുന്നു എന്നുള്ളത് ഒരു പഞ്ചായത്ത് തല രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അപൂർവമാണ്. ഒരു ജില്ലാ സമ്മേളനത്തിൽ 5 ദിവസത്തെ വ്യത്യസ്ത പരിപാടികളൊക്കെ നമ്മൾ അധികം കാണാറുണ്ട്, സംസ്ഥാന സമ്മേളനത്തിലൊക്കെ കാണാറുണ്ട്. പക്ഷെ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങളുടെയൊക്കെ പാർട്ടി ഒരു ദിവസമോ അല്ലെങ്കിൽ പരമാവധി 2 ദിവസത്തെ പരിപാടി, മാക്സിമം 3 ദിവസത്തെ പരിപാടി. പക്ഷേ നിരവധിയായിട്ടുള്ള അനുബന്ധ പരിപാടികൾ, അത് കർഷകരുടേതായിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സർവീസ് പെൻഷനേഴ്സിൻ്റെയും, വനിതകളുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ, ദലിത് കുടുംബ സംഗമം, മനുഷ്യാവകാശ സമ്മേളനം, യുവജന സംഗമം, കൾച്ചറൽ ഈവൻറ്റ്, അങ്ങനെ നിരവധിയായ അനുബന്ധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി കാണുന്നു എന്നുള്ളത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ്. അതിനാണ് ഞാൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചത്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദിയും ഞാൻ എല്ലാവരോടുമായിട്ട് സൂചിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു മനോഹരമായ പരിപാടി കാണാൻ അവസരമുണ്ടായി എന്നുള്ളതിലുള്ള സന്തോഷം എൻ്റെ മനസ്സിലിങ്ങനെ ഉയർന്നു വരികയാണ്. അതോടൊപ്പം ഇതിൻ്റെ തീം ഡയലോഗ്, അതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ, കാവി അണിയുന്ന നവ മാർക്സിസം. വളരെ പ്രധാനപ്പെട്ട, ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. ഏറ്റവും ഗംഭീരമായി തൻ്റെ കാഴ്ചപ്പാടുകൾ ശ്രീ മുഹമ്മദ് അലി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇനി സ്വാഭാവികമായിട്ടും ശ്രീ ഉമേഷ് ബാബുവിൻ്റെയും അതോടൊപ്പം നവാസിൻ്റെയും ഒക്കെ അവതരണങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുകയാണ്. എന്നോട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കണം എന്ന് ഇപ്പോഴാണ് ആവശ്യപ്പെട്ടത്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ആ ദൗത്യം നിർവഹിക്കുന്നതായി അറിയിക്കുകയാണ്. മാർക്സിസം, പ്രത്യേകിച്ചും കേരളത്തിൽ CPIM എന്ന് പറയുന്ന ഔപചാരിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ 10 വർഷത്തിലെ ഭരണത്തിലൂടെ നമുക്ക് അനുഭവേദ്യമായി കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് കാവി അണിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതൊരു വർത്തമാനകാല പ്രക്രിയയായിട്ടല്ല, കുറച്ച് നേരത്തെ തന്നെ അതിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു. കാവി അണിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന മാർക്സിസം എന്ന് വേണമെങ്കിൽ നമുക്കൊരല്പം പാസ്റ്റ് ടെൻസിൽ അതിനെക്കുറിച്ച് പറയാം എന്നുള്ള നിലയിലാണ് എനിക്കതിനെക്കുറിച്ച് തോന്നുന്നത്. പിന്നെ മുഹമ്മദ് അലി പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, ഈ വിയോജിപ്പോടെ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ. ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ മോശമാണ്, എന്താണ് ഈ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നത്? പക്ഷെ മുഖ്യമന്ത്രി കിടിലനാണ്, അല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? പോലീസിനെ കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ അട്രോസിറ്റി അല്ലെങ്കിൽ ആ നിലയിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുമ്പോൾ, നിരന്തരമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പോലീസിനെ വിമർശിച്ചുകൊണ്ട് ഈ പറയുന്ന ആളുകൾ പറയുന്ന കാര്യമാണ് ആഭ്യന്തര വകുപ്പ് വളരെ മോശമാണ്. മുഖ്യമന്ത്രി പക്ഷേ നല്ലതാണ്, ഇടതുപക്ഷ ഗവൺമെൻറ് സംഭവമാണ്, പിണറായി സർക്കാർ 3ാമതും വരണം. ഈ 2ാമത്തെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്ന ഈ പുതിയ മന്ത്രിസഭ എടുത്തു നോക്കിയാൽ നോക്കൂ, കഴിഞ്ഞ ഗവൺമെൻറ്റിൽ ഒരാൾക്ക് പോലും തുടർച്ചയില്ല. ആകെ തുടർച്ചയുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തൊട്ട്, അതിൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിരുന്ന വീഴ്ചകളുടെ പരമ്പരകൾ തന്നെ ഇവിടെ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അങ്ങേയറ്റം വിമർശന വിധേയമായിരുന്ന ഒരു വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ ജനങ്ങളുടെ അംഗീകാരം നേടിയ ചില മന്ത്രിമാരും ചില വകുപ്പുകളും ഉണ്ടായിരുന്നു. ഇന്ന് അവരെക്കുറിച്ചും ആരോഗ്യ വകുപ്പിൻ്റെ അഴിമതികളുടെ ഒക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. പക്ഷെ അന്ന് ആരോഗ്യ വകുപ്പിനെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു ഇലക്ഷൻ സമയത്ത്
ഈ തുടർഭരണത്തിലേക്ക് ജനങ്ങളെ മാനസികമായി മെരുക്കിയെടുക്കുന്ന തരത്തിൽ സാമാന്യം ഭേദപ്പെട്ട പെർഫോമൻസ് നടത്തി ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കാഴ്ചവെച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്ന പല വകുപ്പുകളിലെയും മന്ത്രിമാർക്ക് സീറ്റ് പോലും നിഷേധിച്ചു. ഇനി സീറ്റ് കിട്ടി ജയിച്ചു വന്ന ആളുകൾ കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടും അവരെ വീണ്ടും മന്ത്രിമാരുമാക്കിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്കം തൊട്ട് തന്നെ നിരന്തരമായ കൃത്യവിലോപങ്ങളുടെയും വീഴ്ചകളുടെയും തോന്നിയാസങ്ങളുടെയും പേരിൽ ജനങ്ങളുടെ ഇടയിൽ വിമർശന വിധേയമായിരുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിക്ക് മാത്രം യാതൊരു അനക്കവുമില്ല, കുലുക്കുമില്ല. അത് തുടരുകയാണ് 10ാം വർഷത്തിൽ. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് ഒറ്റപ്പെട്ട വീഴ്ചയാണ്, അത് പോലീസിൻ്റെ മാത്രം പ്രശ്നമാണ്. ആഭ്യന്തര വകുപ്പ് എന്ന് പരമാവധി പറയും. അതിനപ്പുറത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള നിലയിലുള്ള ഒരു വിമർശനം പോലും യഥാർത്ഥത്തിൽ പിൻ പോയിൻ്റ് ചെയ്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഈ കേരളത്തിൻ്റെ സോക്കോൾഡ് ബൗദ്ധിക രംഗം എത്രത്തോളം പാപ്പരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ടർ, ഈ ആഭ്യന്തര വകുപ്പിനെ മാത്രം കുറ്റം പറയുന്ന ആളുകൾ ഇപ്പോൾ ആ വിമർശനം പോലും അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം ഇലക്ഷനിൽ മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പഞ്ചായത്ത് ഇലക്ഷൻ 1-2 ആഴ്ചയ്ക്കകത്ത് അതിൻ്റെ രൂപമാവും. അതിനുശേഷം തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഇപ്പോൾ അവർക്ക് ഒരു വിമർശനവുമില്ല. ഒറ്റപ്പെടുത്തി പോലീസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിലെ വീഴ്ചകളെ വിമർശിക്കാൻ പോലും തയ്യാറാകാത്ത തരത്തിൽ ആ നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് സമ്പൂർണമായി പാദസേവയുടെ രാഷ്ട്രീയത്തെ മാനസികമായി ഉൾക്കൊള്ളുന്ന അധപ്പതനത്തിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം ഇവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എത്ര അപരിഷ്കൃതമാണ്, എത്ര അധാർമികമാണ്, എത്ര അരാഷ്ട്രീയപരമാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങളും വാക്കുകളും ഉപമകളും താരതമ്യങ്ങളും എന്നൊക്കെ സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവേണ്ടതാണ്. പക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ നിയമസഭയിൽ തൻ്റെ അതേ രീതിയിൽ നിയമസഭയിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച മറ്റൊരു ജനപ്രതിനിധിയെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ പ്രത്യേകതകളെ അവഹേളനാത്മകമായ രീതിയിൽ അവതരിപ്പിച്ച് അധിക്ഷേപിച്ച് പരിഹസിച്ച് വായടപ്പിക്കാൻ നോക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ അശ്ലീലമായ ആ ഒരു മനോഭാവത്തെ ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാൻ 24 മണിക്കൂർ കഴിഞ്ഞ് ഈ സമയത്ത് പോലും നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളും കടന്നു വന്നിട്ടില്ല. മിക്കവാറും ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ചൊരു ഉണ്ടല്ലോ, സാധാരണ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചാടിക്കേറി വന്ന് അഭിപ്രായം പറയുകയും ഒരു വലിയ ഭീമഹർജിയിൽ ഒപ്പുവെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അതിലൊരാൾ പോലും വരുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ബാക്കിയുള്ള ആളുകൾക്കും ധൈര്യം കിട്ടും. ഇന്ന് അതേപോലെ നിയമസഭയിൽ വേറൊരു ഭരണപക്ഷ MLA അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. 2 കൈയും ഇല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞ് ഭിന്നശേഷിക്കാരായിട്ടുള്ള നിരവധി ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സമീപനം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രിവിലേജിൻ്റെ അന്തരീക്ഷം ബീയിങ് CPM ആണ് എന്നുള്ളത് കൊണ്ട് ഈ വിഭാഗത്തിനുണ്ട്. CPM ആയാൽ ഒരു പ്രിവിലേജ്ഡ് അന്തരീക്ഷമാണ്, എന്തും ചെയ്യാം. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം ഏത് മൂലയ്ക്ക് കൊണ്ട് ചുരുട്ടിക്കൂട്ടി വെച്ചാലും ഒരു കുഴപ്പമില്ല, ആരും ചോദ്യം ചെയ്യുന്നില്ല. ഈ ഒരു തോന്നലാണ്, ഈ ഒരു ആത്മവിശ്വാസമാണ്, ഈ ഒരു അഹങ്കാരവും ധാർഷ്ട്യവുമാണ് അവരെ സ്വയം കാവി അണിയുന്നതിലും കുഴപ്പമില്ല, തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി, അതിൻ്റെ പേരിലുള്ള ഇത്തരത്തിലുള്ള ഏത് രാഷ്ട്രീയമായ അവസരവാദ സമീപനങ്ങളും നീതീകരിക്കപ്പെടും എന്ന് പറയുന്നൊരു തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. അപ്പോൾ അവർ എത്തിച്ചേർന്ന ഒരു അവസ്ഥയെ മാത്രമല്ല നമ്മൾ വിമർശിക്കേണ്ടത്, അതിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിച്ച ഒരു സമൂഹം ഉണ്ടല്ലോ. അപ്പം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നലെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞത്? അങ്ങനൊരു ഡയലോഗിനെ ഒരു പഞ്ച് ഡയലോഗായി കാണുന്ന ഒരു ഓഡിയൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള സഹ MLA മാർ മാത്രമല്ല, അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്ന, അദ്ദേഹത്തെ വലിയൊരു ഹീറോ ആയി കാണുന്ന ആ നിലയിലുള്ള ഒരു ആരാധക വൃന്ദം തൻ്റെ ആ വാക്ക് കേട്ടാൽ അതിന് കൈയടിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അതിനെ ഒരു വായടപ്പിക്കാൻ മറുപടിയായി കണ്ട് തഗ് ഡയലോഗായി കാണാൻ തയ്യാറായി ഒരു സമൂഹം കാത്തിരിക്കുന്നുണ്ട്
എന്നറിഞ്ഞുകൊണ്ടാണല്ലോ അത് പറയുന്നത്. ഇന്ന് ആലപ്പുഴ MLA പറഞ്ഞതും ആ ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കുത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർ BJPയുടെ കാൽ കീഴിൽ അവരുടെ പ്രത്യയശാസ്ത്രം അടിയറ വെച്ചാൽ, അല്ലെങ്കിൽ ആ നിലയിൽ BJPയുടെ വിഷലിപ്തമായ ക്യാമ്പയിനുകൾ, പ്രത്യേകിച്ചും മുസ്ലിം വെറുപ്പിൻ്റെ, മുസ്ലിം അപരവൽക്കരണത്തിൻ്റെ BJP നെറേറ്റീവുകൾ അവർ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ അത് കേവലം ഒന്നോ രണ്ടോ നേതാക്കളുടെ വാക്പിഴയായി കാണേണ്ടതായിട്ടില്ല. ആ ഒരു സംവിധാനം മുഴുവൻ ഇതിന് ഏറിയും കുറഞ്ഞും ധാർമ്മിക ഉത്തരവാദിത്തം ഉള്ളവരാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഏതായാലും എൻ്റെ ചുരുങ്ങിയ സമയത്തിനകത്ത് ഈ നേതാക്കളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ, മന്ത്രിമാരുടെ ഏതെങ്കിലും പരാമർശങ്ങളോ അതിൻ്റെ പുറകിൽ ഉള്ള മനോഭാവങ്ങളോ അത് വിശകലനം ചെയ്ത് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തുള്ള റിയൽ ഇഷ്യൂസ് ഉണ്ട് ഇതിൽ, ഇഷ്യൂസ് ദാറ്റ് ഹാവ് റിയൽ ഇമ്പാക്റ്റ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ നേരിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, നേരിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരത്തിലേക്ക് എത്താതെ പോകുന്നത് ഈ ഭരണകക്ഷി അല്ലെങ്കിൽ CPM ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സംഘപരിവാർ വിധേയത്വമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇത് ഈ ഒരു വിഷയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തണം. ഞാൻ പറയട്ടെ, വളരെ റിയൽ ഇഷ്യൂസ്. ഇപ്പം ഞാനും ശ്രീ ഉമേഷ് ബാബു ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ വരുന്നതിനിടെ ഇടയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഈ മലപ്പുറം ജില്ലയുടെ തുടക്കമാണല്ലോ ഇത്. മലപ്പുറം ജില്ലയുടെ തുടക്കമാണ് നിങ്ങളുടെ ഈ പ്രദേശം. ഈ മലപ്പുറം ജില്ലയുടെ ഒരറ്റം കിടക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ്. തൃത്താലയിലുള്ള എൻ്റെ വീടിൻ്റെ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് തൊട്ട് മലപ്പുറം ജില്ല അവിടെ നിന്നും തുടങ്ങുകയാണ്. ഏതാണ്ട് 10-40 ലക്ഷത്തോളം മനുഷ്യർ ഈ ജില്ലയിൽ താമസിക്കുകയാണ്. ഈ മലപ്പുറം ജില്ല വിഭജിക്കേണ്ടതല്ലേ? കേരളത്തിൽ പുതിയ ജില്ലകൾ ഉണ്ടാവേണ്ടതായിട്ടില്ലേ? 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു വലിയ ജില്ല ഇവിടെ ഇരിക്കുന്നു. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമുള്ള, വളരെ ചുരുങ്ങിയ ജനസംഖ്യ മാത്രമുള്ള വയനാട് അപ്പുറത്തിരിക്കുന്നു. വയനാടിൻ്റേതായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെന്ന് വിചാരിക്കാം. പാലക്കാട് 11 നിയമസഭാ മണ്ഡലങ്ങൾ, തൃശ്ശൂരിൽ 13 നിയമസഭാ മണ്ഡലങ്ങൾ, ആലപ്പുഴയിൽ 9 നിയമസഭാ മണ്ഡലങ്ങൾ. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ശ്രീ നവാസ് ഇരിക്കുകയാണ്. MSF അടക്കമുള്ള സംഘടനകൾ, KSU അടക്കമുള്ള സംഘടനകൾ എല്ലാ അക്കാഡമിക് വർഷത്തിൻ്റെയും തുടക്കത്തിൽ +2 സീറ്റുകളുടെ അപര്യാപ്തതയുടെ പേരിൽ സമരം ചെയ്യേണ്ടതായിട്ട് വരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ കുറിച്ചുള്ള ഒരു ചർച്ച പോലും കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അവസാനത്തെ UDF ഗവൺമെൻറ്, ഞാൻ അടക്കമുള്ള ആളുകൾ ആ സമയത്ത് ജനപ്രതിനിധികളാണ്. നമ്മുടെ ആ സർക്കാരിൻ്റെ സമയത്താണ് 2013 കേരളത്തിൽ അവസാനമായി താലൂക്കുകൾ പുനഃസംഘടിപ്പിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒറ്റയടിക്ക് 12 താലൂക്കാണ് അന്ന് UDF സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്നത്. 12 താലൂക്ക്, നിങ്ങളുടെ കൊണ്ടോട്ടി താലൂക്ക് അടക്കം, ഞങ്ങളുടെ പട്ടാമ്പി താലൂക്ക് അടക്കം 12 താലൂക്കുകൾ നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടുവന്നു. അതിനുശേഷം കഴിഞ്ഞ 10-12 വർഷമായിട്ടൊരു പുതിയ താലൂക്ക് പോലും കേരളത്തിൽ വന്നിട്ടില്ല. നമ്മുടെ ആ സർക്കാരിൻ്റെ സമയത്ത് 2014 കഴിഞ്ഞ് 15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 28 പുതിയ മുനിസിപ്പാലിറ്റികൾ നമ്മൾ കൊണ്ടുവന്നു കേരളത്തിൽ. ഗ്രാമപഞ്ചായത്തുകളെ മുനിസിപ്പാലിറ്റികളായി അപ്ഗ്രേഡ് ചെയ്ത് 28 പുതിയ മുനിസിപ്പാലിറ്റികൾ നമ്മൾ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വാർഡ് വിഭജനമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഒരു മുനിസിപ്പാലിറ്റി പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റിയോ? ഒരു പഞ്ചായത്ത് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റിയോ? ഇതൊന്നും ചർച്ച ചെയ്യാവുന്നില്ല. ഒരു 5 വർഷത്തെ ഇടവേളയിൽ ഇതൊക്കെ ഉണ്ടാവണമെന്ന് പറയില്ല. 10 വർഷം ഭരിക്കുകയല്ലേ?
10 വർഷമായിട്ടും അത്തരത്തിൽ ഒരു പുതിയ താലൂക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു പുതിയ താലൂക്ക് വന്നാൽ ഒരു സപ്ലൈ ഓഫീസ് അവിടെ വരും, അല്ലേ? അവിടെ മറ്റു പല സ്ഥാപനങ്ങൾ, ഒരു RTO ഓഫീസ് അവിടെ വരും, താലൂക്ക് ആശുപത്രി വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനുബന്ധമായിട്ട് തന്നെത്താൻ വന്നോളും. താലൂക്ക് വന്നാൽ മതി, ബാക്കിയൊക്കെ അനുബന്ധമായിട്ട് അടുത്തൊരു 5 വർഷങ്ങൾ കൊണ്ട് വരും. താഴെത്തട്ടിലേക്ക്, ഏറ്റവും ഗ്രാമീണ മേഖലയിലേക്ക് ആ വികസനത്തിൻ്റെ ഫലമുണ്ടാവും, എത്തും. ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തിലേക്ക് അത് വരും. അതുപോലെ ഒരു പുതിയ ജില്ല, ജനസംഖ്യാനുപാതത്തിൽ പുതിയൊരു ജില്ല വന്നാൽ ഒരുപാട് അനുബന്ധ വികസനങ്ങൾ സ്വാഭാവികമായിട്ട് വരും. ജില്ലാ ആശുപത്രി വരും, മറ്റു തരത്തിലുള്ള സംവിധാനങ്ങൾ വരും. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ഈ കോവിഡ് സമയത്ത് ഈ കോവിഡ് വാക്സിൻ പോലും ആദ്യം വിതരണം ചെയ്തത് എല്ലാ ജില്ലയ്ക്കും തുല്യമായിട്ടാണ്. അതായത് ഇത്രയധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയ്ക്കും ഇത്രയും കുറച്ച് ജനസംഖ്യയുള്ള വയനാടും കാസർഗോഡും ജില്ലകൾക്കും അടക്കം ഒരേ ഡോസ് കോവിഡ് വാക്സിനാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. സ്കൂളുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ, കോളേജുകൾ അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് ഇത് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള എൻ്റെ ചോദ്യം. അതെടുത്താൽ സംഘപരിവാർ ചിലപ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും എന്നുള്ള പേടിയാണ്. അത് ഒരു വർഗീയമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറുമോ? അത് ഏതെങ്കിലും ഒരു മതത്തിന് അധികമായിട്ടുള്ള ഒരു പരിഗണന നൽകുന്ന തരത്തിലുള്ള ഒരു പ്രീണന സ്വഭാവമുള്ള തീരുമാനമായിട്ട് ആരെങ്കിലും ചിത്രീകരിക്കുമോ? എന്നാൽ പിന്നെ അത് വേണ്ട. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഏതെങ്കിലും ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലെ വള്ളിയും പുള്ളിയും നോക്കിയിരിക്കുന്നതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇവർ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ലഭിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിൻ്റെ പരിഹാരമുണ്ടാവാത്തത് എന്ത് ഉണ്ട് എന്നുള്ള ചോദ്യം ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ കൂടി നിങ്ങളുടെ ചർച്ചയുടെ ഭാഗമാവണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ വന്ന സമയത്ത് ചർച്ച ചെയ്തൊരു കാര്യം എന്ന നിലയിൽ പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ അത് ഇതുമായിട്ട്, ഈ പ്രമേയവുമായിട്ട് ബന്ധപ്പെടേണ്ടുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അതോടൊപ്പം ഇവിടെ ശ്രീ മുഹമ്മദ് അലി ഒരു അടക്കം പറഞ്ഞ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഈ സംഘപരിവാറിൻ്റെ ഹെയ്റ്റ് സ്പീച്ചിനോട് എന്താണ് കേരളത്തിലെ സർക്കാരിൻ്റെ സമീപനം? ഒന്ന് രണ്ട് ഉദാഹരണമല്ല, നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ. ഒരു ഘട്ടം കഴിയുമ്പോൾ ആളുകൾ ഇവർക്കെതിരെ പോലീസിനെ സമീപിക്കുക, കേസ് കൊടുക്കുക എന്നത് പോലും നിരർത്ഥകമായി കണ്ട് ഇപ്പം അതിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഒരുതരം സമരസപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇത് കാര്യങ്ങൾ എത്തുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ പറഞ്ഞവൻ പ്രതിയാവും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു ന്യൂ നോർമലായിട്ടത് മാറുകയാണ്. അത് പറയാനുള്ള അവകാശം സംഘപരിവാറിനുണ്ട്, അത് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് ഒരു അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും ഒടുവിൽ ഞാൻ ഇന്നും മറ്റോ കേട്ട ഒരു വാർത്ത, ഏതൊരു പുതിയ സിനിമയിൽ ബീഫ് കഴിക്കുന്ന ഒരു രംഗമുണ്ട്, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡിലേക്ക് പരാതി പോയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലല്ല, ബീഹാറിലല്ല, കേരളത്തിൽ, മലയാള സിനിമയിൽ. അപ്പം എത്ര സട്ടിലായിട്ടാണ് ഈ സംഘപരിവാറിൻ്റെ ആശയം ആളുകളിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, കിനിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. മുമ്പൊക്കെ അത്തരത്തിലുള്ള ഒരു പരാതി വന്നാൽ അത് വലിച്ചു ദൂരക്കിടാൻ അവിടുത്തെ റിസപ്ഷനിലിരിക്കുന്ന ആൾക്ക് പോലും ധൈര്യം വരും. ചിലപ്പോൾ ഏതൊരു കാലത്തൊരു ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവുമല്ലോ ഏതൊരു സ്ഥലത്തും, ആ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ആൾക്ക് പോലും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ എടുക്കണമല്ല എന്ന് പറഞ്ഞ് വലിച്ചു ദൂരക്കിടാനുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നു. ഇന്ന് ഒരുപക്ഷെ വകുപ്പ് മന്ത്രിക്ക് പോലും വേണോ, ആ പ്രശ്നമാണല്ലേ, ആ സീനോട്ട് ഒഴിവായിക്കൂടെ? ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൻ്റെ നടപടിക്രമങ്ങൾ ഏത് ഘട്ടം വരെ എത്തിയെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏതാണ്ട് ചിലപ്പോൾ ആ നിലയിലേക്കൊക്കെ ആവും പോവുക. അവസാനം ആ സീൻ ഒഴിവാക്കി എന്നുള്ള വാർത്തയും ചിലപ്പോൾ 2-3 ദിവസത്തിന് ശേഷം നമ്മൾ കേൾക്കാനുണ്ടാവുക. അപ്പോൾ ആ നിലയിലേക്കൊരു പുതിയ ഒരു ന്യൂ നോർമൽ സൃഷ്ടിക്കപ്പെടുകയാണ് കേരളത്തിൽ എന്നുള്ളത് നമുക്ക്
കാണാതിരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രം ഭരണാധികാരത്തിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് അടിവരയിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ ബാന്ധവം, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പുതിയ ബാന്ധവം, അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായി. എന്താണ് അതിലൂടെ അദ്ദേഹം കേരളത്തിന് നൽകുന്ന മെസ്സേജ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടുത്ത കാലത്ത് വരെ മുസ്ലിം വെറുപ്പിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോക്താവായി നിലനിന്നിരുന്ന ആൾ, മുസ്ലിങ്ങളോട്, മലബാറിനോട്, ഈ പ്രദേശങ്ങളോടൊക്കെ, ഈ ജില്ലയോട് ഒക്കെ അകാരണമായ, ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ, വെറുപ്പിൻ്റെ ആശയങ്ങൾ മാത്രം പ്രസരിപ്പിച്ചിരുന്ന ഒരാളെ ഇപ്പോൾ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നവതിയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഒന്ന് ആശംസിക്കുക, അല്ലെങ്കിൽ അതിന് ആ നിലയ്ക്കൊരു ഭംഗിവാക്ക് പറയുക എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തെ മുഴുവൻ വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അദ്ദേഹം ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയാണ്. ഒരു ആൾക്കെതിരെയും ഒരു ഘട്ടത്തിലും വിദ്വേഷ പ്രചരണങ്ങൾ നടത്താത്തയാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഭൂതകാലത്തെ മുഴുവൻ എൻഡോസ് ചെയ്ത് കൊടുക്കുകയാണ്, സർട്ടിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു വലിയ ഞാണിന്മേൽ കളിയാണ് സത്യത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരെന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ആ ലക്ഷ്യം അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ മതേതര പ്രബുദ്ധതയിൽ അല്പമെങ്കിലും വിശ്വാസം ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും പറയാൻ സാധിക്കുക. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെയാണ് മലയാളികളുടേത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. കാരണം സമീപകാലത്തെ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നിങ്ങൾ കാണുന്നില്ല എന്തെല്ലാമായിരുന്നു പ്രചരണങ്ങൾ. ആ ക്യാമ്പയിൻ ഘട്ടത്തിൽ ആരെങ്കിലും പ്രതീക്ഷിക്കുമായിരുന്നോ ഇതാ ഇവിടെ CPM തോൽക്കും ആ സീറ്റുകളിൽ നിന്ന്? ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴടക്കം ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം വരെ അവരുണ്ടാക്കി വെച്ചിരുന്നൊരു പ്രതീതി എന്ന് പറയുന്നത് ജയിക്കൂട്ടോ, അല്ലെങ്കിൽ ഒരു പരമാവധി ഒരു 5000 വോട്ടിനൊക്കെ ആയിരിക്കും തോൽക്കുക, അല്ലേ? നിലമ്പൂരിലൊക്കെ നമ്മളത് കണ്ടതാണ്, പാലക്കാടൊക്കെ നമ്മളത് കണ്ടതാണ്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ഇലക്ഷനുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും തള്ളിക്കളയാനുമുള്ള വിവേകം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതിൽ തന്നെയാണ് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആത്മവിശ്വാസത്തോടു കൂടി തന്നെ, ആർജവത്തോടു കൂടി തന്നെ നിങ്ങളുടെ നിലപാടുകളും നീതിക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ശ്രീ മുഹമ്മദ് അലി കനാലൂർ പറഞ്ഞ ഒരു വാചകം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. ഈ പരിപാടികളല്ല നയങ്ങൾ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. പോയോ അദ്ദേഹം? അത് വളരെ നല്ലൊരു നിരീക്ഷണമാണ്. ഇവർ പരിപാടികളൊക്കെ പലതും നടത്തും. അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയുള്ള പരിപാടികൾ, അമൃതാനന്ദമയി ഭക്തർക്ക് വേണ്ടിയുള്ള വേറെ പരിപാടികൾ, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള വേറെ പരിപാടികൾ, ഫലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ വേറെ പരിപാടികൾ, പട്ടികജാതിക്കാർക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെ ഒരു പലതും നടത്തും. ഒരു ചിലവുമില്ലല്ലോ. എല്ലാറ്റിനും അടിയിൽ ഖജനാവിൽ നിന്ന് ഇത്ര കോടി അനുവദിച്ചിരിക്കുന്നു എന്നുള്ള ഒപ്പിട്ട് കൊടുത്താൽ മതിയല്ലോ. 5 പൈസയുടെ ലാഭം നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട പലർക്കും ലക്ഷങ്ങളുടെ ലാഭമുണ്ട്. അതുകൊണ്ടാണ് പാവം മോഹൻലാലിന് 10 ലക്ഷത്തിൻ്റെയാണ് അവാർഡ് കിട്ടിയത്. ആ 10 ലക്ഷത്തിൻ്റെ അവാർഡ് കിട്ടിയ ആളെ അനുമോദിക്കാൻ വേണ്ടി 2.25 കോടിയാണ് ചെലവഴിച്ചത്. അപ്പോൾ ഒരു ചിലവുമില്ല അവർക്ക്, സർക്കാർ ഇതുമായിട്ട് പരിപാടി നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ലാഭക്കച്ചവടമാണ്. അപ്പോൾ ആ നിലയിലുള്ള പരിപാടികളൊക്കെ ഒരുപാട് നടക്കും. പക്ഷേ അവരുടെ ഒന്നും മനസ്സിനകത്ത് അവർ ആ പറയുന്ന കാര്യങ്ങളോട് ഒരു തരുമ്പും ആത്മാർത്ഥതയില്ല എന്ന് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങളൊക്കെ പുറത്തുനിന്ന് ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്നത് നിർണായകമായ ഘട്ടത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന സംഘടനയായി തന്നെയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെയാണ് വേണ്ടത്. മലബാറിൻ്റെ അല്ലെങ്കിൽ മലപ്പുറം അടക്കമുള്ള ഈ പ്രദേശങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുടെ
നേടിയെടുക്കൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം, അതിൽ കേരളീയ സമൂഹം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊന്ന് മുസ്ലിം ലീഗാണ്, UDF ആണ്, ഒരു സംശയവും വേണ്ട. നമ്മുടെ രാഷ്ട്രീയ മാൻഡേറ്റ് അതാണ്. അതിനു വേണ്ടിയുള്ള ശബ്ദം ഉയർത്തുക തന്നെയാണ്. അത് ആരെങ്കിലും മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കുക, അതാ അങ്ങനെ പറയില്ലേ ഇങ്ങനെ പറയില്ലേ, നമുക്ക് തൽക്കാലം ഒന്നും ഉണ്ടായിരിക്കല്ലേ നല്ലത് എന്ന് വിചാരിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ആ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ അത് ചരിത്രത്തോടും സമൂഹത്തോടും ചെയ്യുന്ന ഒരു വലിയ നീതികേടായിരിക്കും. അതുകൊണ്ട് നിർഭയത്തോടു കൂടി ആർജവത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. അഭിവാദ്യങ്ങൾ.